നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് മണ്ഡലത്തിൽ പണമിടപാട് വിവാദം. കണ്ണാടി പഞ്ചായത്തിൽ ബിജെപി പ്രവർത്തകർ വോട്ടർമാർക്ക് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പണം വിതരണം ചെയ്തു എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇതിന്റെ ദൃശ്യങ്ങളും UDF പ്രവർത്തകർ പുറത്തുവിട്ടു. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശ്ശിയിലാണ് വിവാദത്തിന് അടിസ്ഥാനമായ സംഭവം നടന്നത്. പ്രദേശത്തൊരു വീട്ടിലെ വയോധികയ്ക്ക് ബിജെപി പ്രവർത്തകർ പണം നൽകുന്നതാണ് ദൃശ്യത്തിലുള്ളത്. തിരുവാക്കുറിശ്ശിയിലെ ഒരു മരണവീട് സന്ദർശിക്കാൻ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും സംഘവും എത്തിയിരുന്നു. മരണവീട്ടിലെ സന്ദർശനത്തിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെത്തിയ സംഘം അവിടെയുള്ള വയോധികയുമായി സംസാരിക്കുകയും തുടർന്ന് 5000 രൂപ കൈമാറുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടെടുപ്പിന് തൊട്ടുതലേന്ന് പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ ബിജെപിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ബിജെപി ആസൂത്രിതമായി പണം ഒഴുക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് UDF നീക്കം. ആരോപണത്തിന് പിന്നാലെ ദൃശ്യങ്ങൾ പകർത്തിയവരെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമായി വ്യക്തമാക്കുന്ന പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എത്തിയ അതേ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രവർത്തകരാണ് പണം വിതരണം ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. BJP നേതാവും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ അടക്കമുള്ള സംഘമാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. ദൃശ്യം പകർത്തിയവരോട് അടിച്ച് കർണക്കുറ്റി പൊളിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീടുകളിൽ പണം നൽകുന്നത് ദൃശ്യങ്ങളിൽ പകർത്താൻ ശ്രമിച്ചവരെ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ തുനിയുകയും ചെയ്യുന്നതാണ് പുതിയ ദൃശ്യങ്ങളിലുള്ളത്. വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ BJP ആസൂത്രിത നീക്കം നടത്തുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം മുതൽക്കേ UDFും LDFും ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമോ മറ്റു പാരിതോഷികങ്ങളോ നൽകുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കടുത്ത കുറ്റമാണ്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചേക്കും. അതേസമയം കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശ്ശി സ്വദേശിനി ദേവു എന്ന വയോധികയ്ക്കാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പണം നൽകിയെന്ന കോൺഗ്രസ് ആരോപണം വയോധിക തന്നെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തന്റെ കയ്യിലുണ്ടായിരുന്നത് പെൻഷൻ തുകയായിരുന്നുവെന്നും BJP പ്രവർത്തകർ പണം നൽകിയിട്ടില്ല എന്നുമാണ് ദേവുവിന്റെ പുതിയ വെളിപ്പെടുത്തൽ. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോ വലിയ ചർച്ചയായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കാറിലിരിക്കെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തക വയോധികയ്ക്ക് പണം നൽകിയെന്നായിരുന്നു കോൺഗ്രസ് വാദം. എന്നാൽ പണം നൽകിയെന്ന് ദേവു നേരത്തെ പറഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അവർ നിഷേധിക്കുകയാണ്. തന്റെ കയ്യിലുള്ളത് പെൻഷൻ പണമായിരുന്നു. വന്ന ആളുകളോട് താൻ എല്ലാ സ്ഥാനാർത്ഥികളോടും തനിക്കൊരു മാസം മരുന്ന് മേടിക്കുന്നതിന് 5000 രൂപ ആവശ്യമുണ്ട്, അത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രനോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ തന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അത് പെൻഷൻ കിട്ടിയ തുകയാണ് എന്നുള്ളതായിരുന്നു വയോധിക പറയുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട് ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പരാതി ഉയർന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. വയോധികയുടെ മൊഴിയും ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ സംഭവത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യേണ്ടത് പൗരധർമ്മമാണ്. എന്നാൽ ആ പൗരധർമ്മത്തെ പണം കൊടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് അനീതിയാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്തായാലും പാലക്കാട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശോഭാ സുരേന്ദ്രന് ജയസാധ്യത ഉണ്ടായിരുന്നൊരു സീറ്റിൽ തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം നടക്കുന്നത് അത് രാഷ്ട്രീയമായി ശോഭാ സുരേന്ദ്രന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്.